ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് ഓവനിൻ്റെയോ ബീറ്ററിൻ്റെയോ ഒരു മെഷർമെൻറ്റ് കപ്പിൻ്റെയോ ആവശ്യമില്ല. ഇതിൽ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നില്ല. ഇത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ഈസിയായ മെത്തേഡാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഒരു എണ്ണ തടയോ പാത്രത്തിലേക്ക് മൈദ ഒന്ന് പൊട്ടിക്കൊടഞ്ഞ് എടുക്കുക. അതിന് ശേഷം കുക്കറിലേക്ക് ഉപ്പി വിതറി ഒന്ന് 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ മൂടി അതൊരു 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക കുക്കറിലേക്ക്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്ത് അത് നന്നായി ഫൈൻ പൗഡർ ആകുന്നത് വരെ പൊടിച്ചെടുക്കുക. അതിനുശേഷം 3 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കുക. ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കരുത്. 2 മിനിറ്റോളം, എന്നിട്ട് ഇതെന്താ ചെയ്യുക, 2 മിനിറ്റോളം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റോളം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് അതിനുശേഷം ഇതിലേക്ക് എല്ലാം ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത്. 1/2 ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ, ഒരു 1/4 ഗ്ലാസ് പാല്, 1/2 ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ, 1/4 ഗ്ലാസ് പാല് ഇതിലേക്ക് ഒഴിക്കുക. ഈ മിശ്രിതത്തിലേക്ക് ഒഴിച്ച് 1 മിനിറ്റോളം ബ്ലെൻഡ് ചെയ്തെടുത്ത് അതിനുശേഷം മൈദ ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് മൈദ അത് നല്ല പോലെ വടിച്ചെടുക്കണം. കാരണം ഈ ഗ്ലാസിൻ്റെ മൂടിയിലൊന്ന് വടിച്ചെടുത്ത് 1 ഗ്ലാസ് മൈദ അതിലേക്ക് ഇടുക. അതിന് ശേഷം ഒരു ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനീഗറും മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് 1 സെക്കൻഡോളം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് 1 സെക്കൻഡോളം മതി, ഒരുപാട് എടുക്കണ്ട. അതിനുശേഷം ഈ പാത്രത്തിലേക്ക് ഈ മിശ്രിതം ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കുക്കറിലേക്ക് ഇറക്കി വെക്കുക. ടാപ്പ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. കുക്കർ ഒന്ന് മൂടി വെച്ച് അതിൻ്റെ വെയിറ്റ് എടുക്കണം, വാഷർ എടുക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് ഒരു 25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക. അതായത് വെരി ലോ ഫ്ലെയിമിൽ വെയിറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഒരു കത്തി കൊണ്ട് ഇറക്കി നോക്കുക, നന്നായി വെന്തിട്ടുണ്ട്. കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നന്നായി തന്നെ ഇത് വന്നിട്ടുണ്ട്. 25 മിനിറ്റാണ് ഇതിൻ്റെ സമയം എനിക്ക് വേണ്ടി വന്നത്. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നിങ്ങളിപ്പോൾ കാണുന്നില്ല, അടിയൊന്നും അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും.